നമസ്കാരം, വെൽക്കം ടു വിന്നേഴ്സ് ആൻഡ് ടെക് ക്ലാസ്സസ്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേരള PSCയിൽ പുതുതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് നോട്ടിഫിക്കേഷനെ പറ്റിയിട്ടാണ്. നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് ഉദ്യോഗാർത്ഥികൾക്ക് HSST കമ്പ്യൂട്ടർ സയൻസിന്റെ പരീക്ഷ എപ്പോൾ വേണമെങ്കിലും വരാം എന്ന രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിനുള്ള നോട്ടിഫിക്കേഷൻസ് വന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ PSC സ്ലോട്ട് പ്രകാരം ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലാണ് എക്സാം വരേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് പുതുതായിട്ട് രണ്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഒരെണ്ണം ഇപ്പോൾ നമ്മുടെ പ്രൊഫൈലിൽ ആക്റ്റീവ് ആണ്. സിസ്റ്റം അനലിസ്റ്റ് എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റീസിൽ ഡിഫറെന്റ് കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള സിസ്റ്റം അനലിസ്റ്റ് എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ നമ്മുടെ പ്രൊഫൈലിൽ ഇപ്പോൾ ആക്റ്റീവ് ആണ്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ക്വാളിഫിക്കേഷൻ വരുന്നത് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോഗ്രാമർ, അതായത് കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജിലേക്കുള്ള ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അണ്ടറിൽ വരുന്ന എഞ്ചിനീയറിംഗ് കോളേജസിലുള്ള പ്രോഗ്രാമർ തസ്തികകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ജൂൺ 1 നമ്മുടെ പ്രൊഫൈൽ വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കേരള PSCയിൽ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചു. ഗസറ്റ് ജൂൺ 1 അവർ പറഞ്ഞിരിക്കുന്നത്. അതും നമുക്ക് ഉടനെ തന്നെ നമ്മുടെ പ്രൊഫൈൽ വരുന്നതായിരിക്കും. സോ ഈ എക്സാമുകൾക്കെല്ലാം വേണ്ടിയിട്ട് നമുക്കുള്ള ഒരു സ്റ്റഡി മെറ്റീരിയൽസും അതുപോലെ ഡിഫറെന്റ് ക്ലാസ്സുകളും എല്ലാം തന്നെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പം അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. വിന്നേഴ്സ് എഡ്യൂടെക് എന്ന് പറയുന്ന നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കണ്ടു നോക്കാൻ പറ്റുന്നതുമാണ്. അതുപോലെ HSST എക്സാമിന് വേണ്ടിയുള്ള ഒരു ക്രാഷ് ബാച്ച് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും HSSTക്ക് നമ്മളോടൊപ്പം ചേർന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് വിന്നേഴ്സ് എഡ്യൂ പ്ലസ് എന്നാണ് ആപ്പിന്റെ പേര്. ആ ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സുകൾ കാണാനുള്ള ഫെസിലിറ്റി അത് അവൈലബിൾ ആണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് സിസ്റ്റം അനലിസ്റ്റ് ആണ്. കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റീസിലേക്കുള്ള സിസ്റ്റം അനലിസ്റ്റ് നോട്ടിഫിക്കേഷൻ നമ്മുടെ പ്രൊഫൈലിലുണ്ട്. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ജൂണിലെ നോട്ടിഫിക്കേഷൻ ആണ് നമ്മുടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലേക്കുള്ള പ്രോഗ്രാമർ തസ്തികയാണ് നമുക്ക് ജൂൺ മാസത്തിൽ നോട്ടിഫിക്കേഷൻ വരുന്നത്. സോ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സിലബസ് നമുക്ക് പ്രോഗ്രാമർ സിലബസ് നമുക്ക് അവൈലബിൾ ആണ്. ഓൾറെഡി യൂണിവേഴ്സിറ്റി പ്രോഗ്രാമർ, മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രോഗ്രാമർ കുറെ എക്സാം കഴിഞ്ഞതുകൊണ്ട് സിലബസ് പുതിയ സിലബസ് അവൈലബിൾ ആണ്. ആ സിലബസ് തന്നെയായിരിക്കും ഈ വരാൻ പോകുന്ന എക്സാമിന്. മോസ്റ്റ് പ്രോബബ്ലി ഈ രണ്ട് എക്സാമും മിക്കവാറും കോമൺ എക്സാം ആയിട്ട് നടക്കാനും സാധ്യതയുണ്ട്. ഇതിനകത്തുള്ള ആദ്യം പറയുന്ന സിസ്റ്റം അനലിസ്റ്റിന്റെ ക്വാളിഫിക്കേഷനകത്ത് എക്സ്പീരിയൻസ് നിർബന്ധമാണെങ്കിലും തൊട്ട് താഴെ വരുന്നതിനകത്ത് എക്സ്പീരിയൻസ് വേണ്ട. എങ്കിൽ പോലും ഈ രണ്ടിന്റെയും എക്സാം കോമൺ എക്സാം തന്നെയായിരിക്കും. സിസ്റ്റം അനലിസ്റ്റ്, കമ്പ്യൂട്ടർ പ്രോഗ്രാമർ അല്ലെങ്കിൽ പ്രോഗ്രാമർ എന്ന് പറഞ്ഞ സിലബസ് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ സിലബസ് അയച്ചു തരുന്നതായിരിക്കും. സോ നമുക്ക് ആ സിലബസ് ഉള്ളതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് പ്ലാനിങ്ങോടുകൂടി പഠിച്ചു പോകാനുള്ള ഒരു അവസരമാണ് നമ്മുടെ മുന്നിലുള്ളത്. മാത്രമല്ല നിങ്ങൾ കുറെ നാൾ കൊണ്ട് തന്നെ പ്രോഗ്രാമർ എക്സാം, ലെക്ചർ ഇൻ പോളി, AP അതുപോലുള്ള HSST എക്സാം എല്ലാം പ്രിപ്പയർ ചെയ്ത ഒരു ട്രാക്കിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് തന്നെ ഈ എക്സാമിന് വലിയ എഫേർട്ട് ഇല്ലാതെ കണ്ടിന്യൂ ചെയ്ത് പഠിച്ചു പോകാൻ വേണ്ടിയും പറ്റും. അതുകൊണ്ട് ഒരു മികച്ച അവസരമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിലെ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ ഉള്ളത്, നമുക്ക് നോട്ടിഫിക്കേഷൻ ഗസറ്റ് ഇറങ്ങാത്തതുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഇല്ല. 2013 നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അതിനകത്ത് ഏജ് ലിമിറ്റ് 18 to 40 ആയിരുന്നു. അതുപോലെ തന്നെ നമ്പർ ഓഫ് വേക്കൻസി അന്ന് 1 പറഞ്ഞിരുന്നത്. അതിനകത്ത് 57 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നത്. 69 ടോപ്പ് മാർക്ക് വന്നത്. പിന്നെ ഇതിനകത്ത് ഇന്റർവ്യൂ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ഇന്റർവ്യൂ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് മെയിൻ ലിസ്റ്റിൽ 54 ഇത് പഴയ നമ്മുടെ ലിസ്റ്റിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. മറ്റേതെല്ലാം പ്രസക്തമാണെന്ന് പറയുന്നില്ല. പുതിയതിനകത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് വേക്കൻസീസ് കാര്യങ്ങളൊക്കെ ഗസറ്റ് വരുമ്പോൾ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിന്റെ എന്താണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ? കമ്പ്യൂട്ടർ പ്രോഗ്രാമറിന്റെ ക്വാളിഫിക്കേഷൻ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആവണം, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി, ബിടെക് ITയും CS ആണ് പറയുന്നത്. അതുകൂടാതെ തന്നെ MSc കമ്പ്യൂട്ടർ സയൻസ്, അപ്പോൾ ബിടെക് ഉണ്ട്. അതുപോലെ തന്നെ ബിടെക് CS IT മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ MSc CS, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ പറയുന്നത് മാത്തമാറ്റിക്സിൽ PG, ഫിസിക്സിൽ PG, കെമിസ്ട്രിയിൽ PG, സ്റ്റാറ്റിൽ PG വരുന്നുണ്ട്. അങ്ങനെ ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് ഒന്നുകിൽ DOE അല്ലെങ്കിൽ PGDCA സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അല്ലാതെ നമുക്ക് വെറുതെ MSc കമ്പ്യൂട്ടർ സയൻസ് MSc മാത്സും അല്ലെങ്കിൽ ഫിസിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അവർക്ക് PGDCA അല്ലെങ്കിൽ DOE സർട്ടിഫിക്കേഷൻസ് നിർബന്ധമാണ്. പിന്നെ വരുന്നത് MCA കാർക്ക് പറ്റും. MCA ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആഫ്റ്റർ അണ്ടർഗോയിങ് എ റെഗുലർ കോഴ്സ് ഓഫ് സ്റ്റഡി. അപ്പം MCA ഉള്ളവർക്ക് പറ്റും. അതുപോലെ തന്നെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ്, ആ എനി ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കലും സിവിലും എല്ലാവർക്കും പറ്റും, ഇലക്ട്രിക്കലൊക്കെ പറ്റും. പക്ഷെ അവർക്കും ഈ പറഞ്ഞ DOE അല്ലെങ്കിൽ PGDCA സർട്ടിഫിക്കേഷൻ വേണം. സോ ഇത്രയാണ് അതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്. ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്നുകിൽ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് IT വിത്തൗട്ട് എക്സ്പീരിയൻസ്, ഒന്നും തന്നെ വേണ്ട. ബിടെക് IT, ബിടെക് CS മതി. ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് ഒന്നും തന്നെ പറയുന്നില്ല. ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് മാത്രമേ പറയുന്നുള്ളൂ. MSc കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ തന്നെ നമുക്ക് PG ഇൻ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി അല്ലെങ്കിൽ സ്റ്റാറ്റ്, അങ്ങനെയുള്ളവർക്കാണെങ്കിൽ നമുക്ക് DOA അല്ലെങ്കിൽ അതുപോലെ തന്നെ PGDCA സർട്ടിഫിക്കേഷൻസ് നിർബന്ധമാണ്. അതുപോലെ തന്നെ MCA ഉള്ളവർക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും.
അതുപോലെ തന്നെ നമുക്ക് എനി ബിടെക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. എനി ബിടെക് അതർ ദാൻ നമ്മുടെ CS IT ആണ്. അങ്ങനെയുള്ളവർക്ക് എന്തായാലും DOA അല്ലെങ്കിൽ നമ്മുടെ PG DSA സർട്ടിഫിക്കേഷൻസ് വേണം. ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ബിടെക് IT CS ഒക്കെ ഉള്ളവർക്ക് വളരെ മികച്ചൊരു അവസരമായിട്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ കാണാൻ വേണ്ടി പറ്റും. അതാണ് അതിന്റെ വരുന്നത്. സിലബസ് നമുക്ക് പ്രോഗ്രാമർ എക്സാം, കഴിഞ്ഞ പ്രോഗ്രാമർ എക്സാമിന്റെ സിലബസ് തന്നെയാണ്. പ്രോഗ്രാമർ എക്സാം സിലബസ് നമുക്ക് അവൈലബിൾ ആണ്. അത് തന്നെയായിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. സിസ്റ്റം അനലിസ്റ്റ് ആണ് നമുക്കിപ്പോൾ നോട്ടിഫിക്കേഷൻ 67/2024 എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലിൽ ഇപ്പോൾ ആക്റ്റീവ് ആണ് സിസ്റ്റം അനലിസ്റ്റിന്റെ വരുന്നത്. അത്യാവശ്യം നല്ലൊരു പോസ്റ്റ് ആണ്, ഹയർ പോസ്റ്റ് ആണ്. അതിന് 59,300 മുതൽ 1,20,900 വരെയാണ് അതിന്റെ ബേസിക് പേ വരുന്നത്. അതിന് ഏജ് ലിമിറ്റും 18 to 40 ആണ് വരുന്നത്. അത് കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റീസ്, ഒരു യൂണിവേഴ്സിറ്റി അല്ല, വേരിയസ് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കുസാറ്റ് പോലെ, ഹെൽത്ത് യൂണിവേഴ്സിറ്റി പോലെ എല്ലാ യൂണിവേഴ്സിറ്റീസിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇനി സിസ്റ്റം അനലിസ്റ്റ് വരുമ്പോഴത്തേക്ക് ക്വാളിഫിക്കേഷൻ അത് ചെറിയൊരു എക്സ്പീരിയൻസ്, ഒരു ചെറുതല്ല എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. MCA അതുപോലെ തന്നെ ബിടെക് ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ഉള്ളവർക്ക് പറ്റും. ഇവിടെ ഒരു 3 year എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നുണ്ട്. ബിടെക് MCA ഒക്കെ ഉള്ളവരാണെങ്കിൽ 3 year എക്സ്പീരിയൻസ് ഇൻ ഡാറ്റ പ്രോസസിംഗ് ഓർ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, അവിടെ 3 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എലിജിബിൾ ആയിരിക്കും. അപ്പം പ്രൈവറ്റ് മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മിക്കവാറും ഈ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും. പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡാറ്റ പ്രോസസിംഗ് അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ബിടെക് എനി ഡിസിപ്ലിൻ എല്ലാ ബിടെക്കാർക്കും പറ്റും. ഇൻ കമ്പ്യൂട്ടർ സയൻസ് സച്ച് ആസ് PGDCA ഓർ ഇക്വലന്റ് വിത്ത് 3 year എക്സ്പീരിയൻസ് ഇൻ ഡാറ്റ പ്രോസസിംഗ്. അപ്പോൾ ഈ ഡാറ്റ പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ 3 വർഷം എക്സ്പീരിയൻസ് ഉള്ള എനി ബിടെക്കാർക്ക് പറ്റും. അതുപോലെ തന്നെ ബിടെക് എനി ഡിസിപ്ലിൻ വിത്ത് 5 years എക്സ്പീരിയൻസ് ഇൻ ഡാറ്റ പ്രോസസിംഗ് ഓർ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, ഏത് ബ്രാഞ്ചുകാർക്ക് വേണമെങ്കിലും പറ്റും. 5 year എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. MSc സ്പെഷ്യലൈസേഷൻ വിത്ത് ഇലക്ട്രോണിക്സ്, ഫിസിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റ് വിത്ത് 5 year എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ് എല്ലാം തന്നെ ഡാറ്റ പ്രോസസിംഗിലും സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിലും ആണ് ചോദിക്കുന്നത്. സോ ഇത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പോസ്റ്റ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടിനും മിക്കവാറും കോമൺ എക്സാം ആയിരിക്കും. കമ്പ്യൂട്ടർ പ്രോഗ്രാമർ അതുപോലെ സിസ്റ്റം അനലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കോമൺ എക്സാം ആയിട്ടായിരിക്കും മിക്കവാറും നടക്കാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങൾക്ക് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ നോട്ട്സ്, റെഫറൻസുകൾ, നോട്ട്സുകൾ, നമുക്ക് അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാമുകൾ, മെന്റർ സപ്പോർട്ട് ഉൾപ്പെടെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതല്ലെങ്കിൽ വിന്യാസ് എഡ്യൂടെക് എന്ന് പറഞ്ഞ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഡെമോ സെഷൻസ് ക്ലാസ്സുകളും കണ്ടു നോക്കാൻ പറ്റും. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.